എമ്പുരാൻ സിനിമയ്ക്കും മോഹൻലാലിന്റെ ലഫ്റ്റനന്റ് കേണൽ പദവി പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള സൈബർ ആക്രമണങ്ങളിൽ നടപടിക്ക് സാധ്യത. സൈബർ ആക്രമണങ്ങൾക്കെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണത്തിന് DGP ഉത്തരവിട്ടു. ഡൽഹി സ്വദേശിയായ സുപ്രീം കോടതി അഭിഭാഷകൻ സുഭാഷ് തീക്കാടനാണ് പരാതി നൽകിയത്. ഇത്തരം പ്രചരണം നടത്തുന്ന ആൾക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത വകുപ്പ് 196 പ്രകാരം ക്രൈം രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് നടപടികൾ തുടർന്നുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജില്ലാ പോലീസ് മേധാവികൾക്കും ഇത്തരത്തിൽ ഉള്ള പ്രൊഫൈലുകൾ കണ്ടെത്തി, സൈബർ ആക്രമണം നടത്തുന്ന പ്രൊഫൈലുകൾ കണ്ടെത്തി അവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ DGPക്ക് പരാതി നൽകിയത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാൽ ചേരുന്നു. ശരത് ലാൽ, തുടക്കം മുതൽ സിനിമ പുറത്തു വന്ന ദിവസം മുതൽ പൃഥ്വിരാജിനെതിരെ ശക്തമായ സൈബർ ആക്രമണമുണ്ട്. പക്ഷേ മോഹൻലാലിനോടുള്ള നിലപാട് ഒന്ന് മയപ്പെടുത്തിയിട്ടായിരുന്നു. പൃഥ്വിരാജ് എന്തോ ട്രാപ്പിൽപ്പെടുത്തി മോഹൻലാലിനെ കൊണ്ട് അവതരിപ്പിച്ചു, ഇതിൽ അഭിനയിപ്പിച്ചു എന്നൊക്കെയാണ് ചിലർ പറഞ്ഞുകൊണ്ടിരുന്നത് സൈബർ ലോകത്ത്. പക്ഷേ അതിൽ കൂടുതലായി ഇപ്പോൾ മോഹൻലാലിനെതിരായ സൈബർ ആക്രമണം കടുക്കുന്നതാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായൊക്കെ കാണുവാൻ കഴിഞ്ഞത്. ലഫ്റ്റനന്റ് കേണൽ പദവി പോലും എടുത്തു മാറ്റണം എന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങളിൽ നൽകിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമായ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു? ഇപ്പോൾ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശരത്? ലക്ഷ്മി, ഇന്നലെ വൈകിട്ടാണ് ഇത്തരമൊരു പരാതി സുപ്രീം കോടതി അഭിഭാഷകൻ നൽകിയിരുന്നത്. അതിനുടൻ തന്നെ DGP അന്വേഷണത്തിന് നടത്താൻ വേണ്ടി കൈമാറുകയും ചെയ്തു. ഇത് സൈബർ സെല്ല് അന്വേഷണം നടത്തുകയും പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരാതിക്കാരൻ്റെ നേരിട്ടുള്ള മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം ആരൊക്കെയാണോ ഇത്തരത്തിലുള്ള പ്രചരണം ഫേസ്ബുക്കിലെയും സോഷ്യൽ മീഡിയ നടത്തുക അവർക്കെതിരെ കേസെടുക്കുന്നുള്ള നടപടികൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പരാതിക്കാരനെ DGPയുടെ ഓഫീസ് നൽകിയിരിക്കുന്ന വിവരം. ഏതായാലും ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്ന സോഷ്യൽ മീഡിയയിൽ മോഹൻലാലിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അതേപോലെ തന്നെ പ്രചരണങ്ങൾ നടക്കുന്ന വ്യക്തികൾക്കെതിരെ നടപടി ഉണ്ടാവുമെന്നൊരു സൂചന തന്നെയാണ് പോലീസ് ഈ പരാതിക്കാരന് നൽകിയിരിക്കുന്നത്. രേഖാപരമായിട്ടാണ് പരാതിക്കാരന് DGPയുടെ മറുപടി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സവിശേഷത. ഏതായാലും 24 മണിക്കൂറിനുള്ളിൽ കേരള പോലീസ് പരാതി ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട മൂന്ന് വാദങ്ങളാണ് പരാതിക്കാരൻ ഉന്നയിച്ചത്. കാരണം വ്യക്തിപരമായി അധിക്ഷേപിക്കുക, അതേപോലെ തന്നെ സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുക, സിനിമയെ യാഥാർത്ഥ്യമായി കൂട്ടിക്കലർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, എങ്ങനെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി ഇത്തരം ഫേസ്ബുക്ക് പ്രൊഫൈലുകളുടെ ഫോട്ടോവും അതേപോലെ തന്നെ വെബ്സൈറ്റുകളുടെ വിവരങ്ങളും ലിങ്കുകളും പരാതിയോടൊപ്പം തന്നെ പരാതിക്കാരൻ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷ്മി, ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പലതുകൊണ്ടും എമ്പുരാൻ വാർത്തകളിൽ നിറയുകയാണ്. പലതുകൊണ്ടും എമ്പുരാൻ ചരിത്രവുമാണ്. അതിൻ്റെ അഭൂതപൂർവമായ പ്രമോഷൻ നമ്മൾ കണ്ടതാണ്. അത് ദേശീയ തലത്തിൽ തന്നെ നടന്ന വലിയ തരത്തിലുള്ള പ്രമോഷൻ. അതിനുശേഷം അതിൻ്റെ റിലീസിങ്ങിന് ശേഷം അതിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകൾ മാത്രമല്ല, മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടമായിരിക്കും എമ്പുരാൻ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തിയേറ്ററുകളിലെ തിരക്ക് അതാണ് സൂചിപ്പിക്കുന്നത്.